ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വളരെ മാസീവായിട്ട് നടക്കുകയാണ്. കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2024 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്പെൻഡിങ്, അതായത് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലൂടെ ചെലവഴിച്ച തുക $2.5 ട്രില്യൺ ആണ്. നമ്മുടെ ഒരു നിഗമനം അനുസരിച്ച് 2027 ഇതൊരു $3.9 ട്രില്യൺ ആവാനാണ് ചാൻസ്. അപ്പൊ ഇത്രയും വളരെ തോതിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മൾ അറിയാത്ത ഒരു ഡാർക്ക് സൈഡ്, ഒരു ഇരുണ്ട വശം ഇതിലുണ്ട്. അതാണ് ഡിജിറ്റൽ സ്കാംസ്. ഫിഷിങ്ങും അതുപോലെ തന്നെ വ്യാജ നിക്ഷേപവും തുടങ്ങി ഡിജിറ്റൽ അറസ്റ്റ് വരെയുള്ള ഈ തട്ടിപ്പുകളിലൂടെ നമ്മുടെ ഇന്ത്യക്കാർക്ക് കോടികളാണ് നഷ്ടമായിരിക്കുന്നത്. നമ്മൾ 2024 കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 11,000 കോടി രൂപയോളം ഇന്ത്യക്കാർക്ക് ഈ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല 2024 2023 കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 25% കൂടുതൽ ഈ തട്ടിപ്പുകൾ കൂടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ തട്ടിപ്പുകൾ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഇരയാവാതിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഹായ് എവരിവൺ, ഞാൻ അഭിരാമി. പുതിയൊരു പോണിറ്റെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഡിജിറ്റൽ സ്കാംസ്, തട്ടിപ്പുകളെ കുറിച്ച് നമുക്കറിയാം. ഇതിൽ ഏറ്റവും പ്രധാനത്തിലുള്ള ഒന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് അല്ലേ? നമുക്കൊരു എക്സാമ്പിളിലൂടെ കാണാം. നിങ്ങൾ എത്ര പേർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അങ്കുഷ് ബഹുഗുണയെ കുറിച്ച് അറിയാം? ബഹുഗുണയുടെ ഒരു ടെറിഫയിങ് എക്സ്പീരിയൻസ്, ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അങ്കുഷ് ബഹുഗുണ എന്നത്തെയും പോലെ നോർമലായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോ ക്യൂരിയസ് ആയിട്ട്, അപ്പൊ നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ നമ്മൾ ക്യൂരിയസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഇദ്ദേഹം ആ ഒരു കോള് അറ്റൻഡ് ചെയ്തു. അപ്പൊ അറ്റൻഡ് ചെയ്തപ്പോൾ ആ കോളിൽ അവർ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പാഴ്സല് ക്യാൻസൽ ചെയ്തു. ആ ഒരു ക്യാൻസൽ ചെയ്ത പാഴ്സലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന നമ്പർ അമർത്തി നമ്മുടെ കസ്റ്റമർ റിപ്രസെന്റേറ്റീവ് ആയിട്ട് സംസാരിക്കാനാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അറിയാം യാതൊരു പാഴ്സലും ഇല്ല, അദ്ദേഹം ഒന്നും അയച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ക്യൂരിയോസിറ്റി കാരണം ഇദ്ദേഹം ആ ഒരു നമ്പർ പ്രസ് ചെയ്തു, എന്താണ് പാഴ്സല്, എന്താണ് ക്യാൻസലേഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി. അദ്ദേഹം പിന്നെ അതിനെ തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്തപ്പോൾ എന്താ വന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ ഒരാൾ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, താങ്കളുടെ പേരിൽ ഒരു പാഴ്സല് ഈ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്, കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അതിനെ തടഞ്ഞു നിർത്തിയേക്കുകയാണ്. അപ്പൊ ഈ ഒരു പാഴ്സലില് കുറച്ച് കഞ്ചാവോ അങ്ങനെയുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസും അതുപോലെ തന്നെ ഫേക്ക് പാസ്പോർട്ട്സും എല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഒരു സിറ്റുവേഷൻ എസ്കലേഷൻ എന്നൊരു രീതിയിൽ അദ്ദേഹം പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, അയാൾ ആ കസ്റ്റമർ റിപ്രസെന്റേറ്റീവ് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, തന്റെ പേരിൽ, അതായത് ഈ ഒരു അങ്കുഷ് ബഹുഗുണ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസറിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒബ്വിയസ്ലി ചുമ്മാ ഇരിക്കുന്ന നമുക്കൊരു കോൾ വന്നിട്ട് പറയാണ് നമ്മുടെ പേരിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റാലിറ്റി, നമ്മുടെ മാനസികാവസ്ഥ ആകെ മാറുമല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇയാളും വളരെ പേടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ കസ്റ്റമർ റിപ്രസെന്റേറ്റീവ് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഓക്കെ, മുംബൈ പോലീസ് ഓഫീസറിലേക്ക് ഞങ്ങൾ ഈ കോള് കൈമാറുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മുംബൈ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന തട്ടിപ്പുകാര്, അങ്ങനെ ആ ഒരു ചമഞ്ഞിരിക്കുന്ന ആ ഒരു തട്ടിപ്പുകാര് വാട്സപ്പ് വീഡിയോ കോൾ വഴി ഈ അങ്കുഷുമായിട്ട് കണക്ട് ചെയ്തു. ഈ ഒരു വീഡിയോ കോളിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമുക്കൊരിക്കലും തോന്നില്ല ഇവരൊരു തട്ടിപ്പുകാരാണ് അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് കേസ് ആണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോ മുംബൈ പോലീസ് ഓഫീസറുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല്, മണി ലോണ്ടറിങ്ങിന്റെയും ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെയും ഒരു നാഷണൽ കേസിലെ പ്രൈം സസ്പെക്ട് ആണ് ഇപ്പോൾ താങ്കള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യും. താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആകെ 1 മണിക്കൂറാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് പരിഭ്രാന്തത്തിലായ ഈ ഒരു അങ്കുഷ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് വളരെ കരയാൻ തുടങ്ങി. എക്സാക്ട്ലി ലൈക്ക് എന്ത് വേണം, ഞാൻ നിരപരാധിയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പാഴ്സൽ പോലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അയച്ചിട്ടില്ല എന്ന് അയാൾ പറയാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ട പോലീസ് പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പൊ താങ്കൾ ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നില്ല, പക്ഷേ 24/7 ഞങ്ങള് താങ്കളെ ഈ ഒരു വീഡിയോ കോള് വഴി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പൊ താങ്കൾക്ക് വേറെ ഒരു കോളും അറ്റൻഡ് ചെയ്യാൻ പാടില്ല, വേറൊരു മെസ്സേജ് അയക്കാൻ പാടില്ല, താങ്കളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, വേറെ ആരെയും താങ്കളുടെ വീട്ടിലേക്ക് കയറ്റാനും പാടില്ല. സോ ശരിക്കും ഒരു ഡിജിറ്റൽ ഐസൊലേഷൻ ആണ് ഇവര് അങ്കുഷിനോട് പറഞ്ഞത്.
അവസാനം തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഈ ഒരു പോലീസ് ഓഫീസർ എന്താ അങ്കുഷിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഞങ്ങളുടെ പേരിൽ നടത്തണം, അതായത് ഉള്ള പൈസ ഫുള്ള് ഞങ്ങൾക്ക് അയച്ചു തരണം, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് കേസ് താങ്കൾ നിരപരാധിത്വം തെളിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു തരാം. ഇത് വിശ്വസിച്ച അങ്കുഷ് തന്റെ പേരിലുള്ള എല്ലാ പൈസകളും, അതായത് നമ്മൾ പൈസ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബാങ്കിൽ ഇരിക്കുന്ന പൈസ മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ഇൻഷുറൻസ് മണി ആയാലും ഇതെല്ലാം എടുത്തിട്ട് അവർക്ക് അയക്കുകയും അവസാനം ഇത് തട്ടിപ്പാന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ പൈസയും നഷ്ടമാവുകയും ചെയ്തു. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏകദേശം 1200 മില്യൺ റുപ്പീസ് ആണ് ഈ ഒരു ഡിജിറ്റൽ അറസ്റ്റ് വഴി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണക്കനുസരിച്ച് ശരിക്കും പകുതിയിൽ ആൾക്കാർ പോലും ഈ ഒരു കേസ് വന്ന് റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല, നാണക്കേട് കാരണം. പക്ഷെ ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചമച്ച കേസിൽ നിങ്ങൾക്കൊരു കോൾ വരികയും നിങ്ങളെ പരിഭ്രാന്തിയിലാക്കുകയും എന്നിട്ട് നിങ്ങളോട് പൈസ അയക്കുകയും പറയും. ഇതാണ് ഒരു തരത്തിലുള്ള കേസ്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് പലതരത്തിലുള്ള വേറെ സ്കാംസ് ഉണ്ട്. വേറൊരു സ്കാമാണ് ക്വിക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്കീം അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാം എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഡേറ്റിംഗ് സ്കാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ മേജർ സിറ്റീസിൽ, അതായത് ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി ഇങ്ങനെയുള്ള മേജർ സിറ്റീസിൽ ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. ഡേറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് രണ്ട് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കാണാനും ഡേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഡേറ്റിംഗ് ആപ്പിൽ ലെറ്റ്സ് സേ നിങ്ങളൊരു പുരുഷനാണല്ലേ, അപ്പൊ നിങ്ങളൊരു സ്ത്രീയുമായിട്ട് കണ്ടുമുട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാവുകയും നിങ്ങൾ പറയുകയാണ് ഓക്കെ നമുക്കിനി ഫിസിക്കലായിട്ട് കണ്ടുമുട്ടാന്ന് പറയും. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, അവരൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ അഡ്രസ്സ് നിങ്ങൾക്ക് അയച്ചു തരും. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയാൽ അവിടെ ആ സ്ത്രീ ആയിരിക്കില്ല, അതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അവര് നിങ്ങളുടെ പൈസ ഫുൾ എക്സോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കടന്നു കളയും. ഇതാണ് ഒരു തരത്തിലുള്ള സ്കാം. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെയിം ഡേറ്റിംഗ് ആപ്പുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് അവർ നിങ്ങളോട് പറയും, ഞാൻ വളരെ എന്താ പറയാ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളാണ്, അപ്പൊ എനിക്ക് ഒത്തിരി ക്വിക്കായിട്ട് പൈസ സമ്പാദിക്കാനുള്ള വഴി അറിയാന്ന് അവർ പറയും. എന്നിട്ട് നിങ്ങളോട് പറയും, ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൈസ 2-3 ദിവസത്തിൽ ഡബിൾ ആവും എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ക്വിക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്കീം കേട്ടിട്ട് നിങ്ങൾ പ്രലോഭിതരായി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ പൈസ നഷ്ടമാവുകയും ചെയ്യും. പിന്നെ വരുന്നതാണ് ജോബ് സ്കാം. ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമം, ആ ഒരു ഗ്രാമത്തില് SBIയുടെ പുതിയൊരു ബ്രാഞ്ച് തുറന്നു. അപ്പൊ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, ഓ പുതിയൊരു SBI ബ്രാഞ്ച് നമ്മുടെ നാട്ടിൽ തന്നെ തുറന്നു, അപ്പൊ ഇനി ട്രാൻസാക്ഷൻസ് ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ SBIയുടെ ബ്രാഞ്ച് ഫുള്ളി ഫർണിഷ്ഡ്, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. ഇതിലേക്ക് ഒരു യുവതിക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടി, ക്ലർക്കായിട്ട് പോസ്റ്റിംഗ് കിട്ടി. അപ്പൊ ഇവിടുത്തെ കേസ് എന്താന്ന് പറഞ്ഞാൽ, ആ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടി ഈ ഒരു യുവതി ഏകദേശം 2 ലക്ഷം 3 ലക്ഷം രൂപ ചെലവഴിച്ചു. എന്നാൽ ഈ ചെലവഴിച്ച് അവർക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ ഒക്കെ, SBIയുടെ സ്റ്റാമ്പ് ഒക്കെ, ലോഗോ ഒക്കെയുള്ള ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി. ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു SBI ബ്രാഞ്ച് ഇവിടെ വന്നത് ഫേക്ക് ആണ്, ഇങ്ങനെ ഒരു SBI ബ്രാഞ്ചേ ഇല്ല. അതുപോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടി അവർ കൊടുത്ത ബ്രൈബ്, ആ ഒരു തുക അവർക്ക് അവിടെ നഷ്ടമായി. ഇങ്ങനെയുള്ളതാണ് ജോബ് സ്കാംസ് എന്ന് പറയുന്നത്. ഇല്ലാത്ത ജോബുകളുടെ പേരിൽ ആൾക്കാർ വന്ന് പറയും, ഇത്ര ലക്ഷം അടച്ചാലും ഞാൻ നിനക്ക് ഈ ജോബ് തരാന്ന് പറഞ്ഞിട്ട് അതിലുള്ള തട്ടിപ്പാണ് ജോബ് സ്കാംസ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും അല്ലാത്ത നോർമൽ സ്കാംസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയും. ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു തട്ടിപ്പാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ലിങ്ക് വരും. അത് ഇന്ത്യൻ പോസ്റ്റൽ ഓഫീസിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ആവാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ലിങ്കിൽ എന്തെങ്കിലും ഒരു അർജൻസിയുടെ ഒരു ബിഹേവിയർ കാണും. അതായത് ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ആകെ കുറച്ച് മണിക്കൂറേ അവശേഷിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള അർജൻസിയുടെ ആ ഒരു സ്വഭാവത്തിൽ ഒരു മീറ്റിംഗ് വന്നിട്ട് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ അവിടെ ലോസ് ആവും. അതായത് നിങ്ങളുടെ ഡേറ്റ, അതായത് പാൻ കാർഡ് ഇൻഫർമേഷൻ, ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ആധാർ കാർഡ് പോലുള്ള ഈ ഐഡന്റിറ്റി ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള ഈ ഡേറ്റ ലോസ് അവിടെ ഉണ്ടാവും. ഇതാണ് ഫിഷിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇക്കാലത്ത് നടക്കുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? പ്രധാനമായും 2 കാരണങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത്. സോ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസീവായിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. എന്നാൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിന്റെ കൂടെ ഡിജിറ്റൽ ലിറ്ററസി, അതായത് സാക്ഷരത നടക്കുന്നില്ല. ആൾക്കാർ UPI ആപ്സ്, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ തട്ടിപ്പുകൾ ഉണ്ടാവാം? ഇങ്ങനെയുള്ള സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരത ആൾക്കാർക്കില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോഴുള്ള അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ജോലിയില്ല. ജോലിയില്ലാതെ വരുമ്പം അവർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അറിയാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ മിക്ക ആളുകളും ഇന്ന് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് സൈബർ സെക്യൂരിറ്റിയെ പറ്റിയും AI പറ്റിയൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പൈസ കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്കാംസിൽ തട്ടിപ്പുകളിലേക്ക് തിരിയും. അപ്പോൾ ഈ രണ്ടുമാണ് ഇന്ന് ഇന്ത്യയിൽ ഇത്രയും ഡിജിറ്റൽ തട്ടിപ്പുകൾ വരാനുള്ള കാരണം. നെക്സ്റ്റ് കാര്യത്തിലേക്ക് വരാം, എങ്ങനെ നമുക്കിതിന് ഇരകളാവാതിരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഫോണിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ആരെങ്കിലും പൈസ അയക്കാൻ പറയുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ഇത്രയും സിമ്പിൾ ആണ്. നമ്മൾ ഒരു കാരണവശാലും ആർക്കും പൈസ അയക്കരുത്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ യുവജനങ്ങളല്ല, ചിലപ്പോൾ കുറച്ച് ഓൾഡർ പാരന്റ്സ് കാണുമല്ലേ, അപ്പൊ അവർക്ക് മൊബൈൽ ഫോൺ കാണാം. അപ്പൊ അവരോടും പറയുക, അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ആരെങ്കിലും ഒരാൾ കോൾ ചെയ്തിട്ട് പറയാണ് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, പാഴ്സൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ കോൾ വരുമ്പോൾ അവരോട് ആദ്യമേ പറയുക, നമ്മൾ നിരപരാധികളാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വന്നു, എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് പോലീസിനോട് ചോദിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കോളുകൾ കേട്ടിട്ട് പരിഭ്രാന്തരായിട്ട് ഭയപ്പെട്ടിട്ട് ഒരു കാരണവശാലും പൈസ അയക്കാതിരിക്കുക. പിന്നെ ഫിഷിങ്ങിലൂടെയൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ലിങ്ക് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിന്റെ URL, അതായത് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരു ലിങ്ക് ഒക്കെ ആണെങ്കിൽ എത്ര അർജന്റ് എന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു ലിങ്ക് വരികയാണ്, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുട്ടികൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർ കാണൂല്ലേ, അപ്പൊ അവരോട് ചോദിക്കുക, ഇങ്ങനെ ഒരു ലിങ്ക് വന്നു, ഇതിൽ എന്താണ് സത്യാവസ്ഥ. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ഫോൺ ഉപയോഗിക്കുമ്പോൾ ജാഗ്രതയായി ഇരിക്കുന്നത് മാത്രമാണ് ഇങ്ങനെയുള്ള ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ എപ്പോഴും ഫോൺ ഉപയോഗിക്കുമ്പോൾ ബി കെയർഫുൾ എന്നൊരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള കേസസ് ഇൻ അറസ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടാൽ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക, ഒരു കാരണവശാലും പൈസ അയക്കാതിരിക്കുക. അപ്പൊ ഇതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാം. അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യവും, നമ്മൾ വർഷങ്ങളായിട്ട് സമ്പാദിച്ചു വരുന്ന ഈ പൈസയും നമുക്ക് സുരക്ഷിതമാക്കി വെക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.